നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 9-ാം തീയതി. ഈ നല്ല ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം, അവണ്ണം തന്നെ ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 38-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ രസകരമായ ചില സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ചില ആത്മീയ സത്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളാണ് യഹൂദ. ദൈവത്തിൻ്റെ പരിപാടിയിൽ യഹൂദ എല്ലാം കൊണ്ടും പ്രധാനപ്പെട്ടയാളാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിലാണ് വന്നത്. ദാവീദ് യഹൂദ ഗോത്രത്തിലെ ഒരു വലിയ രാജാവായിട്ട് വന്നതായിരിക്കുന്ന ആളാണ്. അങ്ങനെ യഹൂദ ഗോത്രം അതിപ്രധാനമായിരിക്കുന്ന ഒരു ഗോത്രമാണ്. എന്നാൽ യഹൂദ വളരെ ഗൗരവമായ പാപം ചെയ്തൊരു മനുഷ്യനാണ് എന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. അവൻ എന്താണ് ചെയ്തത്? അവൻ കനാന്യൻ്റെ മകളെ പരിഗ്രഹിച്ചു. വിലക്കപ്പെട്ട ഒരു ബന്ധമായിരുന്നു അത്. ആ ബന്ധത്തിൽ നിന്ന് ജനിച്ച മക്കളെല്ലാവരും ദൈവത്തിന് അനിഷ്ടരായിരുന്നു. ആദ്യ മകൻ ദൈവത്തിന് അനിഷ്ടനായതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. രണ്ടാമത്തെ മകനായ ഓനാൻ ദൈവത്തിന് അനിഷ്ടമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവം അവനെയും കൊന്നു. ഒടുവിൽ യൂദ മരുമകളുമായിട്ട് അവിഹിത ബന്ധം നടത്തി. ആ ബന്ധത്തിൽ നിന്നും ഒരു മകൻ ജനിച്ചു. ആ അവിഹിത ബന്ധം അങ്ങനെ ബന്ധം നടത്താൻ പാടില്ലായിരുന്നു. എന്നാൽ തൻ്റെ യൂദയുടെ പാപം കാണാതെ താൻ മരുമകളുടെ പാപം കണ്ടു. മരുമകൾ താമാർ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ യൂദ പറഞ്ഞത് അവളെ കത്തിച്ചു കൊല്ലണമെന്നാണ്, തീ വെച്ച് കൊല്ലണമെന്നാണ്. പക്ഷേ അവൾ പറഞ്ഞു, ഒരു വടിയും മുദ്രമോതിരവും കൊടുത്തിട്ട് പറഞ്ഞു, ഈ വടിയുടെയും മുദ്രമോതിരത്തിൻ്റെയും ഉടമസ്ഥനായ വ്യക്തിയാണ് എന്നെ ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ യൂദ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവൾ എന്നേക്കാൾ നീതിയുള്ള സ്ത്രീയാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപയെ കാണുവാൻ കഴിയുന്നൊരു അധ്യായമാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. കാരണം ഈ അവിഹിത ബന്ധത്തിൽ ജനിച്ചവനാണ് പേരസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആൾ. ഇവൻ കർത്താവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടവനായിട്ട് തീർന്നു. താമർ കർത്താവിൻ്റെ വംശാവലിയിലെ വിജാതീയ സ്ത്രീകളിൽ ഒരാളായിട്ട് തീർന്നു. ഏതായാലും യൂദയുടെ പാപത്തെ ദൈവം ന്യായീകരിച്ചില്ല, എന്നാൽ താമാറിനെ ദൈവം അംഗീകരിച്ചു. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നാം കാണുന്നത്. എന്തുകൊണ്ട് താമാറിനെ അംഗീകരിച്ചു? എന്തുകൊണ്ട് അവിഹിത ബന്ധത്തിൽ ജനിച്ചതായിരിക്കുന്ന പേരസിനെ കർത്താവിൻ്റെ വംശാവലിയിൽ കൊണ്ടുവന്നു? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, കർത്താവിൻ്റെ കരുണ. അല്ലാതെ എന്താണ്? താമാറിൻ്റെ ഗുണം കൊണ്ടാണോ? ഒരിക്കലുമല്ല. പേരസിൻ്റെ ഗുണം കൊണ്ടാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. അപ്പോൾ കർത്താവിൻ്റെ വംശാവലിയിൽ ചേർക്കപ്പെട്ട സ്ത്രീകളിൽ മറിയം ഒഴികെ 3 പേരും വ്യക്തിപരമായി യാതൊരു മഹത്വവും കൽപ്പിക്കുവാൻ കഴിയാത്തവരായിരിക്കുന്ന ആളുകളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം തൻ്റെ മഹാകരുണയിൽ അവരെ എല്ലാം തൻ്റെ വംശാവലിയിൽ ചേർത്തു. രൂത്തുണ്ട്, അതുപോലെ താമാറുണ്ട്. ഇവർ 3 പേരും വ്യക്തിപരമായി യാതൊരു യോഗ്യതയുള്ള ആളുകളല്ല. എന്നാൽ ദൈവം അവരെ എല്ലാം കർത്താവിൻ്റെ വംശാവലിയിൽ അവരെ ചേർത്തു. അത് ദൈവത്തിൻ്റെ മഹാകരുണയെന്നല്ലാതെ വേറെ അതിന് ന്യായമൊന്നും പറയാൻ ഒക്കുകയില്ല. വ്യക്തികളുടെ യാതൊരുവിധമായ മഹത്വം കണ്ടല്ല. ദൈവം മഹാകരുണയുള്ളവനാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം മാനിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. സത്യത്തിന് വേണ്ടി നിൽക്കും. ഇവരെല്ലാം സത്യത്തിന് വേണ്ടി നിന്നവരായിരിക്കുന്ന ആളുകളാണ്. യൂദ പറഞ്ഞു, അവൾ എന്നിലും നീതിയുള്ളവൾ. ആ ഏറ്റുപറച്ചിൽ അന്വർത്ഥമാണ്. കാരണം യൂദയുടെ ഇളയ മകനെ താമാറിൻ്റെ ഭർത്താവായി നൽകേണ്ടതാണ്. അതാണ് എൻ്റെ രീതി. എന്നാൽ നൽകിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വഴിയരികെ ഇരുന്ന വേശ്യയുമായിട്ട് ബന്ധം പുലർത്തുവാൻ യൂദയ്ക്ക് യാതൊരു വൈമനസ്യം ഉണ്ടായില്ല. അവളുടെ ഇടയ്ക്ക് ചെന്ന് ഞാൻ നിൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അവൾ ചോദിച്ചു, എന്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നതൊക്കെ തരണമെന്ന് പറഞ്ഞ് അതൊക്കെ കൊടുത്തേച്ച് ബന്ധപ്പെട്ട ഒരാളാണ്. തൻ്റെ മരുമകളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ വഴിയിലിരിക്കുന്ന ഏത് സ്ത്രീയുമായും ബന്ധപ്പെടുവാൻ യാതൊരു വൈമനസ്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു യൂദ. എന്നാൽ താമാർ എന്താ ചെയ്തത്? ദൈവവചന പ്രകാരം ജ്യേഷ്ഠൻ മരിച്ചു പോയാൽ മക്കളില്ലെങ്കിൽ അന്യനെ നൽകണമെന്നുള്ളതായിരിക്കുന്ന പ്രമാണമാണ്. ആ പ്രമാണം യൂദ പാലിച്ചില്ല. അതുകൊണ്ട് യൂദയെ കൊണ്ടുവന്ന് വെട്ടിലാക്കുകയാണ് ചെയ്തത്. താമാർ ചെയ്തത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല, യൂദ ചെയ്തതും ശരിയല്ല. പക്ഷേ ദൈവം എന്ത് ചെയ്തു? ദൈവം താമാറിനോട് കരുണ കാണിച്ചതല്ല. ദൈവം തൻ്റെ സർവാധികാര കൃപയിൽ പേരസിനെ ദൈവത്തിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തി, താമാറിനെ ഉൾപ്പെടുത്തി. താമാറിൻ്റെ ധാർമ്മിക നിലവാരമൊന്നും ദൈവം അംഗീകരിക്കുകയായിരുന്നില്ല. എന്നാൽ ഞാൻ പറയാൻ, താമാറിൻ്റെ ധാർമ്മിക നിലവാരത്തോട് യൂദയുടെ ധാർമ്മിക നിലവാരം ഒത്തുവന്നില്ല തീർച്ചയായിട്ടും. അതുകൊണ്ട് ദൈവം യൂദയെ തിരഞ്ഞെടുത്തെങ്കിൽ താമാറിനെ തിരഞ്ഞെടുത്ത് യാതൊരു അന്യായവും ചെയ്തെന്ന് പറയാനായിട്ട് ഒക്കുകയില്ല. സത്യവും നീതിയും
ധാർമ്മികതയും പുലർത്തുന്നവരെ ദൈവം എന്നും മാനിക്കുന്ന ദൈവമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തെറ്റുകളൊന്നും നാം ചെയ്തില്ലെങ്കിലും സമാനമായ പല തെറ്റുകളും നാം ചെയ്യും. ഒരുപക്ഷെ ലൈംഗിക പാപങ്ങളായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ, സാമ്പത്തിക ക്രമക്കേടുകളാകാം, വേറെ ക്രമക്കേടുകളാകാം. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയിലല്ലാതെ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് യാതൊരു മാർഗവുമില്ല. ദൈവം കരുണയുള്ളവനാണ്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ താമാറിനെ കർത്താവിൻ്റെ വംശാവലിയിലേക്ക് തിരഞ്ഞെടുത്തതായിരിക്കും ദൈവത്തിൻ്റെ മഹാകരുണ നമുക്ക് കാണാം. പേരസിനെ കർത്താവിൻ്റെ വംശാവലിയിലേക്ക് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മഹാകരുണയെ നമുക്ക് കാണാം. ദൈവം അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ലോകത്തിൻ്റെ ചരിത്രത്തിൽ. അത് ദൈവത്തിൻ്റെ കരുണയാണ്, നമ്മുടെ അവകാശമല്ല. അതുകൊണ്ട് പേരസിനെ എടുത്ത ദൈവം എൻ്റെയും മക്കളെ എടുക്കണമെന്ന് നമുക്ക് പറയാനായിട്ട് അനുവാദമില്ല, ഒരിക്കലും അനുവാദമില്ല. താമാറിനെ എടുത്തത് അനുഗ്രഹിച്ച ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയാൻ നമുക്ക് അനുവാദമില്ല. കാരണം അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്, തനിക്ക് കരുണ തോന്നി എന്നുള്ളത് മാത്രമാണ്. അപ്പം നമുക്കും പറയാം, താമാറിനോട് കരുണ തോന്നിയ ദൈവമേ എന്നോടും കരുണ തോന്നണമേ, പേരസിനോട് കരുണ തോന്നിയ ദൈവമേ എന്നോടും കരുണ തോന്നണമേ, രൂത്തിനോട് കരുണ തോന്നിയ ദൈവമേ എന്നോടും കരുണ തോന്നണമേ, ഹാഗാറിനോട് കരുണ തോന്നിയ ദൈവമേ എന്നോടും കരുണ തോന്നണമേ എന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് അവകാശപ്പെടാം, നമുക്ക് അപേക്ഷിക്കാം. പക്ഷേ നമ്മുടെ അവകാശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കുവാൻ അനുവാദമില്ല. അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.